നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നല്ലോ അല്ലെ? ഇപ്പോ എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒട്ടുമിക്കവർക്കും അല്ലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവും മുടിപൊഴിച്ചിലും. അപ്പോൾ ഈ ഒരു ചൂടുകാലത്തിൻ്റെയൊക്കെ ആണെന്ന് വിചാരിച്ചു. നോർമലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ മുടിപൊഴിച്ചിലൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഹെയർ ഓയിൽ കമ്പനികൾ അവരുടെ ഹെയർ ഓയിൽ മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെയൊക്കെ താഴെ കുറേ ഇത് നോക്കുമ്പോൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര മുടിപൊഴിച്ചിലാണ്, ഉറക്കം ശരിക്ക് കിട്ടുന്നില്ല, ഉറക്കം ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിങ്ങനെ കുറേ എൻ്റെ ഫ്രണ്ട്സായിട്ടും ഒക്കെ ആയിട്ടും കുറേ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയാണ്, എല്ലാവർക്കും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണിത്. ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒറ്റ കാര്യങ്ങളും നേരെ ചുവ നടക്കില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹെയർ ഓയിലും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളതിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. അതായത് വെറുതെ തലയുടെ മുകളിൽ നമ്മൾ വെറുതെ സ്കാൽപ്പിൽ പുരട്ടുന്ന ഒരു ഓയില് ഈ പറയുന്ന മുടികൊഴിച്ചിൽ മാറുന്നത് അല്ലെങ്കിൽ ഉറക്കക്കുറവിനെ മാറ്റുന്നത് ഒക്കെ ആയിട്ട് തണുപ്പ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറക്കം കിട്ടാൻ സഹായിക്കും എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ശരിക്കും നമ്മൾ എന്ത് പ്രശ്നം വരുമ്പോഴും ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, സ്ട്രെസ്സാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യര് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് തന്നെയാണ്. ഇപ്പൊ സ്ട്രെസ് വരാൻ കാരണം എന്താ? ഫ്രസ്ട്രേഷനാണ്. എന്താ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും. ആരിൽ നിന്നൊക്കെയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെയോ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കും. നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് തന്നെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവും. എന്നാൽ ഈ എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിൽ മാച്ച് ആകുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ വരും നമ്മുടെയൊക്കെ ലൈഫിൽ. ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും, അതായത് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ആരിൽ നിന്നാണോ അവരിൽ നിന്ന് കിട്ടാത്ത അവസ്ഥ, അല്ല എങ്കിൽ നമ്മളിൽ നിന്ന് തന്നെ അത് ഇപ്പൊ നമുക്ക് ഇന്ന ഒരാളായി തീരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എത്തിയിട്ടില്ല, ഒന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ജീവിതത്തിൽ സംഭവിക്കുന്നില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ അത്രയും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഇതിൽ 90% പ്രകടിപ്പിക്കാത്തത് തന്നെയായിരിക്കും. അതായത് എക്സ്പ്രസ് ചെയ്യാത്ത ചില വികാരങ്ങൾ. ഇത് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളും നമ്മൾ പ്രകടിപ്പിച്ചില്ല എങ്കിൽ അത് ഫ്രസ്ട്രേഷൻ ആയിട്ട് മാറുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഏതൊക്കെയാ? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരാളോട് തോന്നുന്ന ദേഷ്യം, വെറുപ്പ്, ഇഷ്ടക്കേട്, ഇതൊക്കെ തന്നെയും നമുക്ക് ശരിയാണ്. ചില സാഹചര്യങ്ങളെ കൊണ്ട് നമുക്ക് അവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും. ഇനി പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ എന്താണ്? സ്നേഹം, അല്ലെ, ദയ, കാരുണ്യം, സന്തോഷം എന്നൊക്കെ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ഉള്ള ചില തരംഗങ്ങളും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ, അതായത് ചില ആളുകൾ പറയുന്ന കേട്ടിട്ടില്ല, എനിക്ക് സ്നേഹമുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹത്തിനും വിലയൊന്നുമില്ല അല്ലെ? നമ്മളത് പ്രകടിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ളതും നാളെ ഒരു കാലത്ത് അത് എന്തായി മാറും? അതൊക്കെ ഫ്രസ്ട്രേഷൻ ആയിട്ട് മാറും. അപ്പൊ ഈ പ്രകടിപ്പിക്കാതെ ഉള്ളതെല്ലാം മനസ്സിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടന്ന് അതെന്താകും? അത് സ്ട്രെസ്സാകും. ഇത് ഉറക്കക്കുറവില് സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? മുടി പൊഴിച്ചിൽ, അലോപേഷ്യ തുടങ്ങിയ കാര്യങ്ങൾക്ക് അത് വില്ലനായി തീരുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഇതൊന്നും അല്ല ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതിന് എന്തെയാണ് പോംവഴി? അപ്പൊ നമ്മുടെ ശരീരത്തിന്, അതായത് മുടി പൊഴിച്ചിലിന് ശരിക്കും പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമാണ്, ഫിസിക്കലി ആൻഡ് മെന്റലി. അതിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പനി വന്നു, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, ഈ പറയുന്ന വയറിനൊരു പ്രശ്നം വന്നാൽ പോലും മുടിപൊഴിച്ചിലിന് കാരണമാവും. നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയുന്നത്, അയണിന്റെ കുറവ്, അങ്ങനെയുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇതൊക്കെയും നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ടുള്ള ഇൻടേക്ക്,
മുടി വളരുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ, വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെയും നമുക്ക് ഫിസിക്കലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ മാനസികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ പറഞ്ഞ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ്, ഇപ്പൊ നമുക്കൊരു പനി വന്നാൽ നമുക്ക് ഡോളോ കഴിച്ച് നമുക്ക് റെസ്റ്റ് എടുത്താൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പനി വിട്ടുപോയി. നമ്മുടെ മനസ്സിനൊരു പനി വന്നാൽ എന്താ ചെയ്യാ അല്ലെ? അപ്പൊ അതിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ഒക്കെ അതിനാണ്. പക്ഷെ നമ്മളുടെ വിചാരം എന്താണെന്നറിയോ, അവിടെ പോകുന്നവരൊക്കെ എന്തോ പ്രശ്നമുള്ളവരാണ് അല്ലെ, എന്തോ ഭ്രാന്തുള്ള ആളുകളാണ് അവിടെ പോകുന്നതെന്നാണ്. ഒരിക്കലും അല്ല, അത് തെറ്റായ ധാരണയാണ്. നമ്മുടെ മനസ്സിനും അസുഖങ്ങൾ വരും, ശരീരത്തിന് വരുന്നത് പോലെ തന്നെ. കൃത്യമായിട്ട് ഒന്നുകിൽ നമുക്ക് സ്വയം അത് ട്രീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രശ്നം വരുമ്പോൾ മാത്രമല്ല നമ്മൾ അവിടെ പോകുന്നത്. ഇടയ്ക്ക് നമ്മളൊരു എന്താ പറയുന്നത്, നമ്മുടെ മനസ്സ് തുറക്കാനും അല്ലെങ്കിൽ ഇതുപോലുള്ള മനസ്സിലെ വൈകല്യങ്ങളെ കണ്ടെത്താനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അവരും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് വേറെ ആളോടും നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കൗൺസിലേഴ്സിന്റെ ഇതുപോലുള്ളവരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് കേട്ടോ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 2 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഉറക്കം ശരിയാകുന്നില്ല, ഇതുപോലുള്ള സ്ട്രെസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയമാണെങ്കിൽ അത് അധികം വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്തോറും കാര്യങ്ങൾ വഷളാവുകയുള്ളൂ. അതിന്റെ തുടക്കത്തിലുള്ള സിംറ്റംസ് ആണ് ഈ ഉറക്കക്കുറവും ഈ പറയുന്ന മുടി പൊഴിച്ചിലും ഒക്കെ. നമ്മളത് ഗൗനിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് മുമ്പോട്ട് പോകുന്തോറും അത് ഡിപ്രഷനിലേക്കൊക്കെ എത്തി കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ശരിക്കും നമ്മളൊരു 3-2-1 റൂൾ ഉണ്ട്. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ കറക്റ്റ് ആണെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നൊരു കാര്യം. നമ്മൾ എപ്പോഴാണോ ഉറങ്ങുന്ന ടൈം അതിനൊരു 3 മണിക്കൂർ മുമ്പ് നമ്മുടെ ഡിന്നർ അവസാനിപ്പിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും രാത്രിയിലത്തെ ഉറക്കവും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ, അതായത് ദഹന പ്രക്രിയ ശരിയായി നടക്കാനായിട്ട് നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ പോയി കിടക്കരുത് എന്നൊക്കെ പറയും. പണ്ടുള്ളവർ പറയില്ലേ, അത്താഴം കഴിഞ്ഞാൽ കുറച്ച് നടക്കണം എന്നുള്ളത്, അരക്കാതം നടക്കണം എന്നുള്ളതൊക്കെ പറയും. അപ്പോ ഇപ്പൊ ഒരു 9:30 മണി 10 മണിക്ക് കിടക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 6:30-7 മണിയോടുകൂടി അവരുടെ ഡിന്നർ അവർക്ക് അവസാനിപ്പിക്കാം. ഇനി എന്താ പറയുന്നേ, നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് രാത്രി, അതെനിക്ക് ആദ്യൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. നമ്മൾ രാത്രിയിലൊക്കെയും വെള്ളം ഇങ്ങനെ കുടിക്കുക, അതായത് സ്കിൻ ഗ്ലോ ചെയ്യണമെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ, രാത്രി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ടുള്ള തോന്നല്, അപ്പൊ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഉറങ്ങുന്നത് അതിൽ 2 മണിക്കൂർ മുമ്പായിട്ട് വെള്ളം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ രാത്രിയിൽ ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ടെർമറിക് മിൽക്ക് അല്ലെങ്കിൽ ടെർമറിക് വാട്ടർ, അത് വളരെ നല്ലതാണ്. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇളം ചൂട് വെള്ളം കുടിക്കുന്നത്, അതിൽ മഞ്ഞളുടെ കണ്ടന്റ് ഉള്ളത്, അതെന്താ സയന്റിഫിക്കലി എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ അതും ഉറക്കത്തിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ 2 കാര്യങ്ങൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 1 മണിക്കൂർ മുമ്പായിട്ട് നമ്മുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് ചെയ്യണം. അത് ഞാൻ 1 മണിക്കൂറല്ല, അരമണിക്കൂർ മുമ്പ് എന്നുള്ളതാണ് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ TV, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയിട്ടുള്ള ഡിവൈസുകൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റിയാൽ, അതായത് നിങ്ങൾ ഉറങ്ങുന്ന ടൈം കൃത്യമായിട്ടൊരു ടൈം, ഇപ്പൊ 10 മണി അല്ലെങ്കിൽ 10:30, 11 മണി, ഏതാണോ ആ ടൈമിന് 1 മണിക്കൂർ മുമ്പ് പ്രൊഡക്റ്റീവായിട്ട് ഇതിനെ യൂസ് ചെയ്യണം. ഇതിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 1 ദിവസത്തെ നിങ്ങളുടെ റിവ്യൂ, നമ്മളൊരു ഫിലിം കണ്ട റിവ്യൂ പറയും, അതുപോലെ ഏത് കാര്യത്തിന് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കും. 1 ദിവസത്തെ നിങ്ങളെ തന്നെ നിങ്ങളൊരു ഫീഡ്ബാക്ക് കുറിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു പേനയും ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, ഡേറ്റ് ഇടുക, ഇന്നത്തെ ഡേറ്റ്. ഈ ദിവസം രാവിലെ തുടങ്ങി ഇപ്പൊ നിങ്ങൾ ഉറങ്ങാൻ പോവാണ്, ഈ ടൈം വരേക്കും നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം, അതായത് ഇന്ന് നിങ്ങളുടെ വായിൽ നിന്നും പോയിട്ടുള്ള നെഗറ്റീവ് വാക്കുകൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇന്ന് ആരെയൊക്കെ വിഷമിപ്പിച്ചു, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, നിങ്ങൾ ഇന്ന് ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ കാരണമായി, നിങ്ങൾ നിങ്ങളെ തന്നെ സന്തോഷിപ്പിച്ചോ, നിങ്ങൾ നിങ്ങളെ തന്നെ വിഷമിപ്പിച്ചോ, നമുക്കറിയാം. നമ്മളിത് രാവിലെ തുടങ്ങി റിവൈൻഡ് ചെയ്യാണ് ഈ ടൈം വരേക്കും. അതിൽ 2 കോളമായിട്ട് കൊടുത്തിട്ട് ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ അതിനെ എന്താ പറയുക, സ്വയം പശ്ചാത്തപിക്കുന്ന പോലെ, നാളേക്ക് ഇത് ആവർത്തിക്കപ്പെടാതെ ഞാൻ എൻ്റെ മനസ്സിനെ സംരക്ഷിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം.
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ന് ഞാൻ കുറെ തമാശകൾ പറഞ്ഞ അല്ലെങ്കിൽ വേറൊരാളെ ചിരിപ്പിക്കാൻ അത് കാരണമായി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരാളൊരു പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നു എന്ന് വിചാരിക്കുക നമ്മുടെ മുമ്പിൽ, നമുക്ക് രണ്ട് ഒപ്പീനിയൻ പറയാം അല്ലെ, കൊള്ളാം, നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ അയ്യേ ഇത് എന്ത് ഡ്രസ്സ്, ഇത് നിങ്ങൾക്ക് ഒട്ടും ചേരുന്നില്ല. ഈ രണ്ട് അഭിപ്രായമല്ലേ നമുക്ക് പറയാനുള്ളത്. ഇതില് ആദ്യത്തെ പോസിറ്റീവാണ്, രണ്ടാമത് ഞാൻ പറഞ്ഞ നെഗറ്റീവാണ്. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഈ പറയുന്ന ഒരു വാക്ക് കൊണ്ട് നമുക്ക് പോയതൊരു വാക്കാണ്, നന്നായിരുന്നു, മോശമായിരുന്നു. ഇത് കേൾക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെയും വിഷമത്തെയും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. അവരാണ് പൈസ മുടക്കി വാങ്ങിച്ചത് അല്ലെ, നിങ്ങളാണോ? അല്ല. നിങ്ങൾ ആ വസ്ത്രം ഇടാൻ പോകുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടക്കേടാണെങ്കിൽ എന്താ, നിങ്ങളത് ഇടുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ പൈസ പോയോ? ഇല്ല. നിങ്ങളുടെ സമയം പോയോ? ഇല്ല. നിങ്ങൾ ആ വസ്ത്രം ധരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ പോയാൽ കൊള്ളാം എന്നൊരു വാക്ക് പറയുമ്പോ അത് പൈസ മുടക്കി വാങ്ങിച്ച് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ആരിൽ നിന്നൊക്കെയോ ഒരു നല്ലതെന്നൊരു അഭിപ്രായം കേൾക്കാൻ കൊതിച്ചു വന്ന് നിൽക്കുന്ന ഒരു മനസ്സിനെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവർക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ വൈ നോട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു ദിവസത്തെ മുഴുവനും നമ്മളൊന്ന് കുറിച്ചു വെക്കുക. ഇത് ആദ്യം കേൾക്കുമ്പോൾ ഭ്രാന്താന്നൊക്കെ തോന്നും, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. രണ്ടാമത്തെ ഡേ നിങ്ങൾക്ക് ആ ഇൻറ്റു മാർക്ക് ഇട്ട തലേ ദിവസത്തെ നെഗറ്റീവിനേക്കാൾ കുറവായിരിക്കും പിറ്റേ ദിവസം. ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ നെഗറ്റീവ് കോളം കുറഞ്ഞു വരുന്നതും പോസിറ്റീവ് കോളം കൂടി വരുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് നിങ്ങളുടെ മനസ്സിലെ ഫ്രസ്ട്രേഷൻ കുറയ്ക്കാനുള്ള ഒരു ടിപ്പാണ്. ഇത് വെറുതെ വേണ്ട, ശ്രമിച്ചു നോക്കിയിട്ട് തന്നെ മതി. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിലെ സയൻസ് എന്താന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് അതിലെപ്പോഴും ഒരു ബോധതലം എന്ന് പറയുന്നത് ഉണർന്നിരിക്കും. അപ്പൊ പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ ആരോടെങ്കിലും ഒരു നെഗറ്റീവ് വാക്ക്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടടിച്ച കണക്ക്, ചില ആളുകളിൽ എടുത്തിട്ടടിച്ച കണക്ക് പറയും, അത് പറയുന്നതോടെ തീർന്നു. പക്ഷെ കേൾക്കുന്ന ആൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അപ്പോ അതൊക്കെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പറയുമ്പോൾ നമ്മുടെ ഓരോ വാക്ക് പറയുമ്പോഴും നമ്മൾ ആ തലേദിവസം ചെയ്ത പ്രവൃത്തി നമ്മുടെ മനസ്സിൽ വരും. ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ ചെന്ന് ഇത് എഴുതുമ്പോൾ എനിക്ക് ഈ ഒരു കാര്യം കൂടി എഴുതാനുണ്ടാവുമല്ലോ. സോ നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയും ഓരോ വ്യക്തിയും, ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ഒരാൾ മാത്രം ഇത് ചെയ്യുന്നോണ്ടല്ല, ഈ വീഡിയോ കേൾക്കുമ്പോൾ ഇത് ഓരോ വ്യക്തിയും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. 10 പേരിലോ ഒരാൾക്ക് ഇത് ചെയ്യാൻ തോന്നിയ അത്രയും നല്ല കാര്യമാണല്ലോ, അതുകൊണ്ട് മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ഇനി രാത്രി ഉറങ്ങുമ്പോഴത്തെ കാര്യം പറഞ്ഞു. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചൊരു ഫീല് കിട്ടുകയും നിങ്ങൾക്ക് ഉറങ്ങാന്ന് വെച്ചാൽ ഇത് മാത്രമല്ല കേട്ടോ, ഇതില് ഒരു കാര്യം, മനസ്സ് അസ്വസ്ഥമാകുന്ന മനസ്സുകൾക്ക് ഇത് ദിവസേന ചെയ്തു വരുന്നതോറും ഇതൊന്ന് സ്വിച്ച് ഇട്ടാൽ കിട്ടുന്ന ഒരു പ്രവൃത്തി അല്ല, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണ പോലത്തെ ഒരു എഫക്റ്റ് അല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും എന്ന് ഞാൻ പറയുന്നു. ഇതൊക്കെ ഒരു ദിവസം ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ഇന്നങ്ങ് നിദ്ര കിട്ടുന്നൊന്നും വിചാരിച്ചേക്കരുത്. ഇതൊക്കെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട നമ്മുടെ ലൈഫിലെ പ്രവൃത്തികൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ലോ പ്രോസസ് ആണ്, റിസൾട്ടും അതിനനുസരിച്ച് കിട്ടുകയുള്ളൂ എന്നും ആദ്യം തന്നെ പറയട്ടെ കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദി പറഞ്ഞുകൊണ്ടൊരു ദിവസം തുടങ്ങുന്നത്. ദൈവമേ, ഈ ഒരു ദിവസം കൂടി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നല്ലോ, ഇത് നമ്മുടെ കഴിവല്ല, സോ നന്ദി പറഞ്ഞേ പറ്റൂ. പിറ്റേ ദിവസം രാവിലെ, ഇന്ന് രാവിലെ ഞാൻ ഉണർന്നത് എന്റെ ക്രെഡിറ്റ് അല്ല, എന്റെ അച്ഛനമ്മമാരുടെ ക്രെഡിറ്റ് അല്ല, ആരുടെയും ക്രെഡിറ്റ് അല്ല, ഇത് ദൈവത്തിന്റെ മാത്രം ക്രെഡിറ്റ് ആണ്. ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ, നാളെയും ഞാൻ ഉണരണമെങ്കിൽ ഇതൊന്നും എന്റെ ക്രെഡിറ്റ് അല്ല എന്ന തിരിച്ചറിവിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം തുടങ്ങാം. ടുഡേ ഈസ് മൈ ബെസ്റ്റ് ഡേ എന്നൊരു അഫർമേഷൻ നിങ്ങൾ കൊടുക്കുക. ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും. ഇന്നത്തെ ദിവസം ഞാൻ ഒരാളെ പോലും വിഷമിപ്പിക്കില്ല എന്ന് മാത്രമല്ല, എന്നെ കൊണ്ട് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയെങ്കിലും ഞാൻ ചെയ്യും, ഒരാൾക്കെങ്കിലും ഞാൻ ഇന്നത്തെ ദിവസം ഒരു കോംപ്ലിമെന്റ് കൊടുത്തിരിക്കും എന്ന് പറഞ്ഞ് തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറയട്ടെ, ഓപ്പോസിറ്റ് നിന്ന് നിങ്ങളുടെ സാഹചര്യം ഒരിക്കലും അനുകൂലമാവണമെന്നില്ല. സാഹചര്യങ്ങൾ എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുക. ഇതൊക്കെ ഞാൻ ഇന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാട്ടോ പോണേ, അപ്പൊ എന്റെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഇന്ന് എനിക്ക് ഇങ്ങനെ വഴിയൊരുക്കി തരും. നെവർ. അപ്പൊ നമ്മളാണ് നമ്മളെ മാറ്റേണ്ടത്. നമ്മുടെ മനസ്സിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളല്ലാതെ വേറൊരു ഡോക്ടർ അവിടെ ഇല്ല എന്ന തിരിച്ചറിവോടുകൂടി തന്നെ സാഹചര്യങ്ങൾ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് മാത്രം നിങ്ങളിപ്പോ ചിന്തിക്കുക. ഓക്കെ, അതുപോലെയാണ് മെഡിറ്റേഷൻ. രാവിലെ ഒരു 5 മിനിറ്റ് സമയമെങ്കിലും, ഇത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഓക്കെയാണ്, രാവിലെ ഒരു 5 മിനിറ്റ് ടൈം കണ്ണടച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിക്കുക, നിങ്ങളുടെ മനസ്സിനോട് തന്നെ.
അപ്പൊ കണ്ണടച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരും, വന്നോട്ടെ, സ്വാഭാവികമാണത്. അതിങ്ങനെ അന്തരീക്ഷത്തിൽ മേഘങ്ങൾ എന്താ പറയുന്നത്, മാഞ്ഞു പോകുന്ന പോലെ പൊക്കോളും. സ്ഥിരമായിട്ട് ആകാശത്തിന്റെ ഒരു നിറം ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ മനസ്സിലും സ്ഥിരമായിട്ടൊരു അവസ്ഥയുണ്ട്. ചിന്തകൾ സ്വാഭാവികമാണ്, അതിങ്ങനെ വന്നു പോയിക്കോട്ടെ, അത് ശാശ്വതമല്ല, അതിനെ നമ്മൾ പിടിച്ചു നിർത്തുകയും വേണ്ട. നെഗറ്റീവ് വന്നത് വന്നു പോട്ടെ, പോസിറ്റീവ് വരുമ്പോൾ നമ്മൾ അതൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളുടെ മനസ്സിനോട് തന്നെ ഇത് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ചില ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന പോലെ വരും. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും വേണ്ട, നീ ഇപ്പം അത് പറയണ്ട, ശരിയാവില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന്, ഈ 2 ടിപ്പ് നിങ്ങളൊന്ന് നോക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ, ഫോണിന്റെ ഉപയോഗം, TV, അതുപോലെ എല്ലാം തന്നെ സ്ക്രീൻ ടൈം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ബുക്കും പേനയും എടുത്ത് ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തെ നിങ്ങളുടെ പ്രവൃത്തികളെ ഒന്ന് റിവ്യൂ ചെയ്ത് അതിൽ എത്ര പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നൊന്ന് തരംതിരിച്ച് നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അത് പതിയും. പിറ്റേ ദിവസം നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സ് നമുക്കൊരു വാണിംഗ് തരും. ഓക്കെ, നമ്മുടെ മനസ്സാണ് നമ്മളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യൂ കേട്ടോ. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലോ ഓഫ് അട്രാക്ഷന്റെ റുട്ടീനൊക്കെ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്